ഇന്നത്തെ പരിപാടി എൻ്റെ കല്യാണമാണ്. റോക്കി ബൈ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പിയും വെച്ച് നമ്മൾ നേരെ എന്ത് ചെയ്തു, കൂപ്പർ കിച്ചണിലെത്തി. കൂപ്പർ കിച്ചണിലെത്തി എനിക്ക് തോന്നിയ ഒരു പാട്ട് പാടാൻ. അങ്ങനെ ടേബിളിലിരുന്ന് ഒരു പാട്ട് പാടിപ്പിക്കും. എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ട് കോഫി കൊണ്ടുവന്ന് തന്നു. അങ്ങനെ ടേബിൾ നോക്കിയപ്പോൾ മൊത്തം ഹമ്മൂസും റൊട്ടിയും സലാഡ്സും ഒക്കെ. അപ്പോൾ എൻ്റെ പാട്ട് കൊള്ളാത്തതുകൊണ്ട് ഈ ഫുഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ നേരെ പോവാട്ടോ വയനാട്ടിലേക്ക്. കാട് കണ്ടില്ലേ, കാട് കാട് നോക്കും വയനാടുകാരുടെ അഭിമാനമായ ചുരം. അങ്ങനെ ഞാനൊരു ചോദ്യം ചോദിച്ചു, കണ്ടപ്പോ റൊമാൻറ്റിഫിക്കേഷൻ. അങ്ങനെ നോക്കുമ്പോ എന്നെ വരവേൽക്കാൻ ഡാൻസ്. ഇതെന്റെ കല്യാണം നല്ല റോക്കി ബൈയുടെ ഫ്രണ്ടിന്റെ, രാജസ്ഥാനിലെ ഫ്രണ്ടിന്റെ കല്യാണം. അപ്പം നിങ്ങളൊക്കെ പറ്റിച്ച് ഹി ഇതാട്ടോ അഭിഷേക്, ഞാനല്ലാട്ടോ, അത് വേറെ അഭിഷേകാണ്. അങ്ങനെ റോക്കി ബൈ മാസമൊക്കെ ഇട്ട് നോക്കുമ്പോൾ വീണ്ടും ഡാൻസ്. അങ്ങനെ എൻ്റെ അപരന് ഷേക്കിൻ്റെ കൊടുത്ത് ടാറ്റിയും പറഞ്ഞ് നോക്കുമ്പോൾ റോക്കി ബൈയുടെ ഫാൻസൊക്കെ വന്ന് സെൽഫി എടുത്ത് നോക്കുമ്പോൾ വീണ്ടും ഫാൻസ്. ടാറ്റിയും പറഞ്ഞ് പൂത്തിരി കത്തിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി. രാജസ്ഥാനി കല്യാണം 3 ദിവസത്തെ പ്രോഗ്രാമാണ്. 3 ദിവസത്തിൽ രണ്ടാമത്തെ ദിവസമാണ്. പാട്ട്, ഡാൻസ് അതൊക്കെയാണ്. രാവിലെ ഹൽദി ആയിരുന്നു, നാളെയാണ് വിവാഹം. സോ അടിപൊളിയായിരുന്നല്ലേ? അടിപൊളി, സൂപ്പറായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ടെൻഷനായി, പെണ്ണ് കിട്ടുമോ എന്നുള്ള ടെൻഷൻ. അങ്ങനെ റിസോർട്ടിൻ്റെ മാനേജർ കണ്ട നമ്മളവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ റൂമെത്തി. ഇത് സൗകര്യമൊക്കെ കടന്നു പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. കുഴപ്പമില്ല, പക്ഷെ ഒറ്റൊരു പ്രശ്നം, ഫാൻ ഇല്ലെങ്കിൽ ഉറക്കം കിട്ടില്ല. അതാണ് മെയിൻ പ്രശ്നം. ഇന്നും യൂട്യൂബിൽ ഫാനിൻ്റെ അച്ചാഴ്ച കിടക്കാം. നാളെ കൊയിലാണ്ടി ഒരു ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.